പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവർണൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? 1987 ദേശീയ ജലനയം, 2002 ദേശീയ ജലനയം, 2012 ദേശീയ ജലനയം, 2008 കേരള സംസ്ഥാന ജലനയം അഥവാ ജനനയം, പിന്നെ മഴവെള്ള കൊയ്ത്തിൻ്റെ നേട്ടങ്ങൾ പരിശോധിച്ചു. ഭൗമോപരിതലത്തിൽ ആകെ 71% ജലമണ്ഡലങ്ങളിൽ കേവലം 3% മാത്രമാണ് ശുദ്ധജലമെന്നും അത് പലപ്പോഴും സമുദ്രഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ ഹിമാനിയായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആകെയുള്ള ഭൂഗർഭജലം എന്ന് പറയുന്നത് 1869 ക്യൂബിക് കിലോമീറ്റർ ആണ്. ഓരോ വർഷവും മഴയിലൂടെ നമുക്ക് ലഭിക്കുന്ന ജലം 4000 ക്യൂബിക് കിലോമീറ്റർ ആണെങ്കിലും പുനരുപയോഗിക്കാൻ കഴിയുന്ന ഭൂഗർഭജലമായി നമുക്ക് മാറ്റാൻ കഴിയുന്നത് കേവലം 432 ക്യൂബിക് കിലോമീറ്റർ ആണ്. അതുകൊണ്ടാണ് ജലനയത്തിലെല്ലാം തന്നെ ഭൂഗർഭജലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ രൂപീകരിക്കുക. അത്തരം പദ്ധതികളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇന്ത്യയും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മാത്രമാണോ ജലസംരക്ഷണത്തിന് നേതൃത്വം നൽകുക? ഇല്ല. ലോകത്താകെയുള്ള 71% ജലത്തിൽ കേവലം 3% മാത്രമാണ് എന്തുള്ളത്? ശുദ്ധജലം ഉള്ളത്. അപ്പോൾ ലോകത്തിൽ തന്നെ ഇത്തരം പദ്ധതികൾ വേണം. ലോകമാസകലം ഭൂഗർഭജലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലഭ്യമായ ജല സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അവയെ നമ്മൾ പൊതുവായിട്ട് തണ്ണീർത്തട സംരക്ഷണ പദ്ധതികൾ എന്നാണ് വിശേഷിപ്പിക്കുക. തണ്ണീർത്തട സംരക്ഷണ പദ്ധതികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കേണ്ടത്. കുറച്ച് ദീർഘമായ ഒരു ക്ലാസ് ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേരള തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ തുടക്കം മാത്രം ഇന്ന് നമ്മൾ പഠിക്കും. ബാക്കി തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിലും പഠിക്കും. കാരണം ഒരു ദിവസം നമ്മൾ എത്ര പഠിക്കുന്നു എന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലുണ്ട് എന്നതിനാണ് പ്രാധാന്യം. നിങ്ങൾക്കറിയാം, കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഇത്തിരി ടഫായിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് കുറച്ച് നമുക്ക് പഠിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ ലക്ഷ്യം തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അന്തർദേശീയ തലത്തിലുള്ള പദ്ധതികൾ, ഇന്ത്യയിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെ കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നതുവരെ നമ്മളിന്ന് പഠിക്കും. ആ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ് പഠിച്ചുറപ്പിക്കും. കാരണം കുറേയധികം നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പഠിക്കാനാണ്. ഓക്കെ അല്ലേ? തുടങ്ങിയാലോ? തുടങ്ങാം. യെസ്, തണ്ണീർത്തട. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പ്രകാരം കേരളത്തിലെ നിലവിലുള്ള തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്നത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 എന്നാണ് അറിയപ്പെടുക. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട് കരപ്രദേശങ്ങൾക്കും ജലാശയങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ ഉപരിതലം വരെയോ, ഉപരിതലം എന്ന് പറയുമ്പോൾ ഭൗമോപരിതലം, അതിനോട് അടുത്തായിരിക്കുകയോ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അല്ലെങ്കിൽ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാകുകയോ ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? തണ്ണീർത്തടം എന്ന് വിളിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഭൂപ്രതലത്തിൻ്റെ, അതായത് കരയോട് ചേർന്ന് കിടക്കുന്ന ജലസാന്നിധ്യമുള്ള ഏതൊരു ഭൂപ്രദേശത്തെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? തണ്ണീർത്തടം എന്ന് വിളിക്കാം. അതിപ്പോൾ നദിയായിക്കോട്ടെ, കായലായിക്കോട്ടെ, നദിയും കായലും കടലുമായി ചേരുന്ന അഴിമുഖങ്ങളായിക്കോട്ടെ, ചതുപ്പ് നിറഞ്ഞ ചേറ്റുപ്രദേശങ്ങളായിക്കോട്ടെ, കടലിനോട് ചേർന്ന് കിടക്കുന്ന കായലുകളായിക്കോട്ടെ, കടലിനോടോ കായലിനോടോ നമ്മുടെ നദിയോടോ ചേർന്ന് കിടക്കുന്ന തീരത്ത് കാണപ്പെടുന്ന കണ്ടൽക്കാടുകളായിക്കോട്ടെ, ചതുപ്പുകാടുകളായിക്കോട്ടെ, ഇതൊക്കെ തണ്ണീർത്തടങ്ങളാണ്. എന്നാൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, ചെറിയ ദൂരം ഒഴുകുന്ന നദിയുടെ രൂപമായ തോട് അല്ലെങ്കിൽ ജലാശയത്തെ, നീർത്തടത്തെ, നീരുറവയെ നമുക്കെന്തെന്ന് വിളിക്കാം? തണ്ണീർത്തടമെന്ന് വിളിക്കാം. പക്ഷേ നെൽവയലുകളെയും നദികളെയും തണ്ണീർത്തടം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഏത് നിയമമനുസരിച്ച് മാത്രം? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പ്രകാരം
തണ്ണീർത്തടം എന്ന ഡെഫിനിഷനിൽ എന്ത് വരില്ല? നെൽവയലുകളും നദികളും വരില്ല. എന്നാൽ അന്തർദേശീയ തലത്തിൽ തണ്ണീർത്തടങ്ങൾ എന്ന് വിളിക്കുമ്പോൾ അവിടെ നെൽവയലുകളും വരും, നദികളും വരും. കേട്ടോ? കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് നെൽവയലുകളും നദികളും തണ്ണീർത്തടം എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ അന്തർദേശീയ തലത്തിൽ നെൽവേലികളും നദികളും എല്ലാം തന്നെ എന്തായിട്ട് കണക്കാക്കുന്നു? തണ്ണീർത്തടമായി തന്നെ കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് SCERT ഫാക്റ്റ് ആണ്. അതുകൊണ്ടാണ് ആ സെന്റൻസ് അതേപടി തന്നിരിക്കുന്നത്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത് 2008. അതുപ്രകാരം തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട്, അതായത് മണ്ണിൽ മൊത്തം ജലത്തിന്റെ അംശമുണ്ട്, ജലാംശമുള്ള മണ്ണ് എന്നർത്ഥം. മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട് കരപ്രദേശങ്ങൾക്കും ജലാശയങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ ഭൂപ്രതലം വരെ, ഉപരിതലം വരെയോ അല്ലെങ്കിൽ അതിനടുത്തായിരിക്കുകയോ അല്ലെങ്കിൽ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അഥവാ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലസാന്നിധ്യം കൊണ്ട് സവിശേഷമാകുകയോ ചെയ്ത പ്രദേശമാണെന്ത്? തണ്ണീർത്തടം. ഉദാഹരണമായി പറഞ്ഞാൽ കായൽ പറയാം, അടിമുഖം പറയാം, ചെറ്റുപ്രദേശങ്ങൾ പറയാം, കടലോര കായലുകൾ പറയാം, കണ്ടൽക്കാടുകൾ പറയാം, ചതുപ്പ് നിലങ്ങൾ പറയാം, കോൾനിലങ്ങൾ പറയാം, ഇതൊക്കെ പറയാം. പക്ഷേ നെൽവയലുകളും നദികളും കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തണ്ണീർത്തടമായി കണക്കാക്കുന്നില്ല. എന്നാൽ അന്തർദേശീയ തലത്തിൽ ഇവയൊക്കെ എന്താണ്? തണ്ണീർത്തടമായി തന്നെ കണക്കാക്കുന്നു. കേട്ടോ? സ്ഥിരമായോ താൽക്കാലികമായോ ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ പ്രകൃതിജന്യമോ മനുഷ്യനിർമ്മിതമോ ശുദ്ധജലമോ ലവണമുള്ളതോ വെള്ളക്കെട്ടുള്ള ചതുപ്പ് പ്രദേശങ്ങളോ വേലിയിറക്ക സമയത്ത് 6 മീറ്ററിലധികം ആഴമില്ലാത്തതുമായ എല്ലാത്തരം ജലാശയങ്ങളും തണ്ണീർത്തടമാണ്. സ്ഥിരമായോ താൽക്കാലികമായോ ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയതും ശുദ്ധജലമോ ലവണജലമോ ആയിക്കോട്ടെ, വെള്ളക്കെട്ടുള്ള ചതുപ്പ് പ്രദേശങ്ങളായിക്കോട്ടെ, വേലിയേറ്റ പ്രദേശമാണെങ്കിൽ വേലി ഇറക്ക സമയത്ത് 6 മീറ്ററിലധികം ആഴം ഇല്ലാത്തതുമായ എല്ലാത്തരം ജലാശയങ്ങളും എന്താണ്? തണ്ണീർത്തടങ്ങളാണ്. വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്താൽ ആവൃതമോ അല്ലെങ്കിൽ ജലനിർഭരമോ ആയതും തനതായ പാരിസ്ഥിതിക സവിശേഷതകൾ ഉള്ളതുമായ ഭൂപ്രദേശങ്ങളാണെന്ത്? തണ്ണീർത്തടങ്ങൾ. അപ്പോൾ ഒരു ഭൂപ്രദേശത്തെ തണ്ണീർത്തടം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്തുണ്ടാവണം? ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. എപ്പോഴ്? വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കെട്ടിക്കിടക്കുന്നതായിക്കോട്ടെ, സ്ഥിരമായി കെട്ടിക്കിടക്കുന്നതായിക്കോട്ടെ, താൽക്കാലികമായി ആയിക്കോട്ടെ, ശുദ്ധജലമായിക്കോട്ടെ, ലവണജലമായിക്കോട്ടെ, മനുഷ്യനിർമ്മിതമായിക്കോട്ടെ, അതായത് പ്രകൃതിദത്തമായിക്കോട്ടെ, ചതുപ്പ് പ്രദേശമായിട്ട് എന്തോ ആയിക്കോട്ടെ, അവിടെ വെള്ളമുണ്ടെങ്കിൽ അതെന്താണ്? തണ്ണീർത്തടമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുളങ്ങളൊക്കെ തണ്ണീർത്തടമാണോ? ആണ്. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയ പൊയ്കകൾ ഉണ്ടാവും, അത് തണ്ണീർത്തടമാണോ? അതേ, തണ്ണീർത്തടമാണ്. ഓക്കെ, ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കുന്ന, ഭൂഗർഭജലമല്ല, ഉപരിതല ജലം സംഭരിക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് എന്ത്? തണ്ണീർത്തടങ്ങൾ. ഈ തണ്ണീർത്തടങ്ങളിൽ കെട്ടിനിൽക്കുന്ന ജലമാണ് പതിയെ പതിയെ മണ്ണിൽ ലയിക്കുകയും ആ മണ്ണ് അരിപ്പ എന്ന നിലയിൽ കണക്കാക്കപ്പെട്ട് മണ്ണിലൂടെ ഉഴുന്നിറങ്ങി ഭൂഗർഭജലമായി മാറുകയും ചെയ്യുന്നത്. മനസ്സിലായോ? ഉപരിതല ജലം സംഭരിക്കുന്ന സ്വാഭാവിക പ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഈ തണ്ണീർത്തടങ്ങളിൽ കെട്ടിനിൽക്കുന്ന ജലം മണ്ണിൽ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണിൽ ലയിച്ച് മണ്ണ് ഒരു അരിപ്പയെ പോലെ പ്രവർത്തിച്ച് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ ജലം ശുദ്ധീകരിക്കപ്പെട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് ഊഴ്ന്നിറങ്ങുകയും എന്തായി മാറുകയും ചെയ്യും? ഭൂഗർഭജലമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ തണ്ണീർത്തടങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഭൂമിയിലെ വൃക്കകൾ അഥവാ അരിപ്പകൾ എന്ന് വിളിക്കുന്നു. ഉപരിതല ജലത്തെ തണ്ണീർത്തടങ്ങളെന്ന സ്ഥലത്ത് വെച്ച് ഭൂഗർഭജലമായി മാറ്റപ്പെടുന്ന അരിപ്പകളാണ്. ഓക്കെ, അപ്പോൾ ഭൂഗർഭജലത്തെ അരിപ്പകൾ എന്ന രീതിയിൽ മാറ്റുവാൻ സാധിക്കുന്ന എന്തിലൂടെ മാത്രമാണ്? തണ്ണീർത്തടങ്ങളിലൂടെ മാത്രമാണ്. അപ്പോൾ ഭൂഗർഭജലമായി മാറ്റണമെങ്കിൽ ഉപരിതല ജലത്തെ മഴയിലൂടെയോ മറ്റോ മഞ്ഞുരുകിയോ ഒക്കെ വരുന്ന ജലത്തെ, ഉപരിതല ജലത്തെ ഭൂഗർഭജലമാക്കണമെങ്കിൽ ഉറപ്പായിട്ടും എന്തിൻ്റെ സാന്നിധ്യം വേണം? തണ്ണീർത്തടങ്ങളുടെ സാന്നിധ്യം വേണം.
തണ്ണീർത്തടങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഭൂഗർഭ ജലത്തെ പരിപോഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, നമുക്ക് മഴയിലൂടെ ഒരു വർഷം 4000 ക്യൂബിക് കിലോമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ എത്ര മാത്രമേ നമുക്ക് ഭൂഗർഭജലം മാറ്റാൻ കഴിയുന്നുള്ളൂ? 432 ക്യൂബിക് കിലോമീറ്റർ. അപ്പോൾ ഭൂഗർഭജലത്തിൻ്റെ തോത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം. പുത്തൻ തണ്ണീർത്തടങ്ങൾ രൂപീകരിക്കുകയും വേണം. ശരിയല്ലേ? ഇനി അന്തർദേശീയ തലത്തിൽ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. നമുക്ക് പരിശോധിക്കാം. പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ എന്ന രാജ്യത്ത് റംസാർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഉച്ചകോടി നടന്നു. ഇതാണ് റംസാർ കൺവെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ഇറാൻ എന്ന രാജ്യത്ത് റംസാർ എന്ന സ്ഥലത്ത് വെച്ച്, ഇപ്പോൾ ഇന്ത്യയിൽ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു സമ്മേളനം നടന്നാൽ അത് ഡൽഹി ഉച്ചകോടി എന്നറിയപ്പെടും. അതുപോലെ മനസ്സിലാവുന്നുണ്ടോ? ഇറാൻ എന്ന രാജ്യത്ത് റംസാർ എന്ന സ്ഥലത്ത് വെച്ചൊരു ഉച്ചകോടി നടന്നു. എന്തിനു വേണ്ടിയിട്ട്? തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ലോകരാജ്യങ്ങളെ അറിയിക്കുവാനും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഈ റംസാർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കാസ്പിയൻ കടൽ തീരത്തിന് സമീപമാണ്. ഓക്കെ, അങ്ങനെ 1971 ഫെബ്രുവരി 2 ആ ഉച്ചകോടിയിൽ വെച്ച് റംസാർ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഫെബ്രുവരി 2 ഓരോ വർഷവും ജനങ്ങൾ ഓർമ്മ പുതുക്കുന്നതിനും തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1997 മുതലാണ്. അപ്പോൾ ഫെബ്രുവരി 2 എന്തിനു വേണ്ടിയാണ് നമ്മൾ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്? ഓരോ വർഷവും ജനങ്ങൾ ഫെബ്രുവരി 2 ആകുമ്പോൾ അറിയും, തണ്ണീർത്തടം സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ലോക ജനസംഖ്യ എന്ന് പറയുന്നത് സ്ഥിരമാണോ? ഇല്ല, മാറ്റപ്പെടുന്നതാണ്. ഓരോ വർഷവും എത്രയോ കുട്ടികൾ ജനിക്കുന്നു, അവർ എത്രയോ പേര് പ്രാഥമിക വിദ്യാഭ്യാസത്തിലെത്തുന്നു. അപ്പോൾ സമൂഹം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണമെങ്കിൽ എല്ലാ വർഷവും ഇതേക്കുറിച്ച് ബോധ്യമുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ ദിനങ്ങൾ ആചരിക്കുന്നത്. എല്ലാ വർഷവും ദിനങ്ങൾ ആചരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ ദിനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1971 ഫെബ്രുവരി 2 റംസാർ ഉടമ്പടിയിൽ രാജ്യങ്ങൾ ഒപ്പുവെക്കുക. എന്നാൽ ഫെബ്രുവരി 2 അന്തർദേശീയ തണ്ണീർത്തട ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം തൊട്ടാണ്? 1997 മുതലാണ്. റംസാർ ഉടമ്പടി ഒപ്പുവെക്കുന്നത് അല്ലെങ്കിൽ റംസാർ ഉടമ്പടി തയ്യാറാക്കുന്നത് 1971 ഫെബ്രുവരി 2 റംസാർ ഉടമ്പടിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ അഥവാ റംസാർ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് 1975 ഡിസംബർ 21. റംസാർ ഉടമ്പടി നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നതെന്നായിരുന്നു 1975 ഡിസംബർ 21. റംസാർ ഉടമ്പടി 1971 ഫെബ്രുവരി 2 ഒപ്പുവെച്ച രാജ്യങ്ങൾ 172 പേരായിരുന്നു. 172 രാജ്യങ്ങളാണ് 1971 ഫെബ്രുവരി 2 ഒപ്പുവെച്ചത്. പക്ഷേ ഇന്ത്യ റംസാർ ഉടമ്പടിയുടെ ഭാഗമായി മാറിയത് 1982 ഫെബ്രുവരി 1. ഇപ്പോൾ റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ എത്രയാ? 172. ഇന്ത്യ റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് 1982 ഫെബ്രുവരി 1. ഡേറ്റ് മറക്കരുത്. റംസാർ ഉടമ്പടി തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഒപ്പുവെക്കുന്നത് 1971 ഫെബ്രുവരി 2. അതിൻ്റെ ഓർമ്മ നിലനിർത്തുവാൻ 1997 മുതൽ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി കണക്കാക്കുന്നു. റംസാർ ഉടമ്പടി നിലവിൽ വന്നത് 1975 ഡിസംബർ 21. റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ആകെ 172 ഇന്ത്യ റംസാർ ഉടമ്പടിയുടെ ഭാഗമായി മാറിയത് 1982 ഫെബ്രുവരി 1. ഒരു രാജ്യം റംസാർ ഉടമ്പടിയുടെ ഭാഗമായി മാറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ രാജ്യം റംസാർ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന റംസാർ കൺവെൻഷനിൽ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ സന്നദ്ധമാണ്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ സന്നദ്ധമാണെങ്കിൽ മാത്രമേ റംസാർ ഉടമ്പടിയിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒപ്പുവെക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ റംസാർ കൺവെൻഷനിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആ രാജ്യം ബാധ്യസ്ഥമാണ്. അപ്പോൾ ഇന്ത്യ എന്നോട്ടാണ് ബാധ്യസ്ഥമായത്? 1982 ഫെബ്രുവരി 1 തൊട്ട്. ക്ലിയർ? യെസ്. റംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളുടെ വർഗീകരണം നമുക്ക് പരിശോധിക്കാം. തീരദേശ തണ്ണീർത്തടങ്ങളുണ്ട്,
തീരദേശ തണ്ണീർത്തടങ്ങളുണ്ട്. തീരദേശ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരാടാ? അഴിമുഖങ്ങളെല്ലാം വരും. അഴിമുഖങ്ങൾ നമുക്കറിയാലോ. നമ്മളിപ്പോൾ കടൽ തീരത്തൊക്കെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, കടലിലെ ജലം ചിലപ്പോൾ തീരപ്രദേശത്തേക്ക് കയറി കിടക്കാറുണ്ട്. ചെറിയൊരു ചതുപ്പ് ഭൂപ്രദേശം പോലെയൊക്കെ. അതൊക്കെ തീരദേശ തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്. അതോടൊപ്പം നദിയുടെ തീരത്തും അതുപോലെ തന്നെ കായലിൻ്റെ തീരത്തുമൊക്കെ ചെറിയ ചതുപ്പ് നിലങ്ങൾ അല്ലെങ്കിൽ കോളനിലങ്ങളൊക്കെ രൂപം കൊള്ളാറുണ്ട്. അതൊക്കെ തീരദേശ തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ അഴിമുഖ തണ്ണീർത്തടങ്ങൾ, വേലിയേറ്റ ചതുപ്പുകൾ, കണ്ടൽ ചതുപ്പുകൾ, ഡെൽറ്റകൾ തുടങ്ങിയവയൊക്കെ എന്തിനുദാഹരണമാണ്? അഴിമുഖ തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്. അഴിമുഖങ്ങൾ എന്ന് പറയുമ്പോൾ നദിയോ കായലോ കടലുമായി ചേരുന്ന ഭൂപ്രദേശമാണെന്ത്? അഴിമുഖ തണ്ണീർത്തടങ്ങൾ. അഴിമുഖം എന്ന് പറയുന്നത് അതാണ്. ആ അഴിമുഖത്തുണ്ടാകുന്ന വേലിയേറ്റ ചതുപ്പുകൾ, കണ്ടൽ ചതുപ്പുകൾ, ഡെൽറ്റകൾ എന്നിവയാണ് അഴിമുഖ തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണം. അതായത് ഒന്നെങ്കിൽ നദിയോ അല്ലെങ്കിൽ കായലോ സമുദ്രവുമായി ചേരുന്ന സ്ഥലത്തായിരിക്കും എന്തുണ്ടാവുക? അഴിമുഖ തണ്ണീർത്തടങ്ങൾ. ഉദാഹരണമായി പറഞ്ഞാൽ വേലിയേറ്റ ചതുപ്പുകൾ, കണ്ടൽ ചതുപ്പുകൾ, ഡെൽറ്റകൾ എന്നിവ. ക്ലിയർ? ഇനി തടാകങ്ങളുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ. തടാകങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ തീരപ്രദേശത്ത് ചതുപ്പ് നിലങ്ങൾ, തണ്ണീർത്തടങ്ങൾ ഉണ്ടാകാം. ചതുപ്പ് നിലവുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ നദിയോ തടാകമോ അല്ലാതെയുള്ള ഭൂപ്രദേശങ്ങളിൽ ചതുപ്പ് രൂപങ്ങളിലെ ഉണ്ടാകാം. അത് നമുക്ക് നെൽവയലുമായി ബന്ധപ്പെട്ട പ്രദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികമായി കുളങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ചതുപ്പുണ്ടാവാം. കാടിനകത്ത് ഉൾക്കാടുകളിൽ ചതുപ്പ് നിലങ്ങൾ ഉണ്ടാകാം, അല്ലേ? ഒത്തിരി മഴ പെയ്ത് ജൈവാംശം കൂടുതലുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവിക ചതുപ്പുകൾ രൂപീകരിക്കപ്പെടാം, അല്ലേ? അപ്പോൾ ചതുപ്പ് നിലവുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ. പിന്നെ അരുവികളും നദീതീര തണ്ണീർത്തടങ്ങൾ. അരുവികൾ എന്ന് പറയുമ്പോൾ 15 കിലോമീറ്ററിനേക്കാൾ നീളം കുറഞ്ഞ ഒഴുകുന്ന ജലസ്രോതസ്സുകൾ. 15 കിലോമീറ്ററിനേക്കാൾ നീളം കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ നദി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ 15 കിലോമീറ്റർ നീളം കുറഞ്ഞ നദികളെയാണ് നമ്മൾ അരുവികൾ എന്ന് വിളിക്കുക. അരുവികളും നദീതീര തണ്ണീർത്തടങ്ങൾ. ഇനി മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ. കാർഷിക ആവശ്യത്തിനോ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുളങ്ങളോ മറ്റൊക്കെ കുഴിക്കാറില്ലേ? അതാണ് നമ്മളിവിടെ പറയുക. ക്ലിയർ അല്ലേ? മറക്കില്ലാന്ന് കരുതിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ റംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളുടെ വർഗീകരണം. എന്തൊക്കെ തണ്ണീർത്തടങ്ങളുണ്ട്? പ്രധാനമായും എത്ര എണ്ണം ഉണ്ടടാ? നോക്കി, 6 എണ്ണം ഉണ്ട്. തീരദേശ തണ്ണീർത്തടങ്ങൾ, അഴിമുഖ തണ്ണീർത്തടങ്ങൾ, ചതുപ്പ് നിലവുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ, പിന്നെ തടാകങ്ങളുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ, പിന്നെ അരുവികൾ, നദീതീര തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ. റംസാർ ഉടമ്പടി പ്രകാരം 6 തരത്തിലുള്ള തണ്ണീർത്തടങ്ങളുണ്ട്. തീരദേശ തണ്ണീർത്തടങ്ങൾ, അഴിമുഖ തണ്ണീർത്തടങ്ങൾ, തടാകങ്ങളുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ, ചതുപ്പ് നിലവുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ, അരുവികളും നദീതീര തണ്ണീർത്തടങ്ങളും, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങളും. ഓർമ്മിച്ചേക്കാമോ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഇനി അടുത്ത് പറയുന്നു റംസാർ സൈറ്റുകൾ. അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളെയാണ് നമ്മൾ റംസാർ സൈറ്റുകൾ എന്ന് വിളിക്കുക. അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റംസാർ സൈറ്റ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, നിലവിൽ 2500-ലധികം റംസാർ സൈറ്റുകൾ ലോകത്ത് പല രാജ്യങ്ങളിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. 2500 കൂടുതൽ, ഓരോ വർഷവും കൂടുതൽ പ്രഖ്യാപിക്കാറുണ്ട് കേട്ടോ. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ലോകത്തെ ആദ്യ സ്ഥലമെന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ കോബർഗ് പെൻസുല. ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് കോബർഗ് പെൻസുല. ഓക്കെ, ഉപദ്വീപ് പെൻസുല. റംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രിട്ടനിലും 2ാം സ്ഥാനത്ത് മെക്സിക്കോയിലുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ കാണപ്പെടുന്ന ബ്രിട്ടനിലാണ്, 2ാം സ്ഥാനത്ത് മെക്സിക്കോയിലും. നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 89 ആണ് 2025 കണക്ക് പ്രകാരം. അത് ചിലപ്പോൾ വീണ്ടും വർദ്ധിച്ചേക്കാം കേട്ടോ. ഇനി റംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതൽ നിലവിൽ ഇന്ത്യയിൽ തമിഴ്നാട് സംസ്ഥാനത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കിയാലാഡിയോ ദേശീയോദ്യാനമാണ്.
1981 ഒക്ടോബർ 1 ഇത് റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് കിയാലാഡിയോ ദേശീയോദ്യാനം രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. 1981 ഒക്ടോബർ 1 കിയാലിയോഡി ദേശീയോദ്യാനത്തെ റംസാർ സൈറ്റായി പ്രഖ്യാപിക്കുക. ഇന്ത്യയിലെ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് സുന്ദർബൻ എന്ന ഡെൽറ്റയാണ്. സുന്ദർബൻ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഗംഗ ബ്രഹ്മപുത്ര നദികൾ ചേർന്ന് സൃഷ്ടിക്കുന്ന ഡെൽറ്റ ഭൂപ്രദേശമാണ് സുന്ദർബൻ എന്ന് പറയുന്നത്. ഗംഗ ബ്രഹ്മപുത്ര നദീതീരത്ത് ഈ രണ്ട് നദികളും ചേർന്ന് നിക്ഷേപിച്ച എക്കൽ സമതലമാണ് സുന്ദർബൻസ് എന്നറിയപ്പെടുക. ഈ സുന്ദർബൻസിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് നോക്കി എത്രയാ? 4,23,000 ഹെക്ടറാണ് വിസ്തൃതി. 4,23,000 ഹെക്ടറാണ് സുന്ദർബൻ എന്ന റംസാർ സൈറ്റിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് സുന്ദർബനായി മാറുന്നത്. എത്ര വിസ്തൃതി? 4,23,000 ഹെക്ടർ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. റംസാർ സൈറ്റുകൾ അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളെയാണ് നമ്മൾ റംസാർ സൈറ്റ് എന്ന് വിളിക്കുക. നിലവിൽ ലോകത്ത് 2,500-ലധികം റംസാർ സൈറ്റുകളുണ്ട്. ലോകത്തിലെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ കോബർഗ് പെനിൻസുലയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം ബ്രിട്ടനും, രണ്ടാം സ്ഥാനത്ത് മെക്സിക്കോയും. ഇന്ത്യയിൽ 2025 കണക്കുകൾ പ്രകാരം റംസാർ സൈറ്റുകളുടെ എണ്ണം 89 റംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് കിയാലാഡിയോ ദേശീയോദ്യാനമാണ്. പ്രഖ്യാപിച്ചത് 1981 ഒക്ടോബർ 1 ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് സുന്ദർബൻസ് ആണ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത്. ഈ സുന്ദർബൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഭൂപ്രദേശമാണ്. സിന്ധു ഗംഗ നദികൾ ചേർന്ന് സൃഷ്ടിച്ച ഡെൽറ്റ ഭൂപ്രദേശമാണ് സുന്ദർബൻ എന്ന് പറയാം. സുന്ദർബൻ എന്ന ഡെൽറ്റയുടെ അല്ലെങ്കിൽ റംസാർ സൈറ്റിന്റെ വിസ്തൃതി എത്രയാ? 4,23,000 ഹെക്ടറാണ്. 4,23,000 ഹെക്ടറാണ്. ഓക്കെ അല്ലേ? വീണ്ടും നമുക്ക് പരിശോധിക്കാം. യെസ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് രേണുക. കേവലം 20 ഹെക്ടർ മാത്രമാണ് വിസ്തൃതി ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് എന്ന് പറയുന്ന നിലവിൽ രേണുക എന്ന റംസാർ സൈറ്റാണ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് കേവലം 20 ഹെക്ടറാണ് വിസ്തൃതി. നിലവിൽ കേരളത്തിലെ റംസാർ സൈറ്റുകൾ എത്രയാണ്? 3. 2025 പ്രകാരം കേരളത്തിലെ 3 റംസാർ സൈറ്റ് മാത്രമേ ഉള്ളൂ. ആദ്യം പ്രഖ്യാപിക്കുന്നത് അഷ്ടമുടി കായലിനെയാണ്. ആൽഫബറ്റ് അനുസരിച്ച് പോയാൽ മതി. അഷ്ടമുടി, രണ്ടാമത് ശാസ്താംകോട്ട, മൂന്നാമത് വേമ്പനാട്. ആൽഫബറ്റ് അനുസരിച്ച് പോയാൽ തന്നെ ശരിയാവും. സിമ്പിൾ അല്ലേ? അഷ്ടമുടി കായലിനെ കേരളത്തിലെ റംസാർ സൈറ്റായി പ്രഖ്യാപിക്കുന്നത് 2002 ഓഗസ്റ്റ് 18 അഷ്ടമുടി കായൽ എന്ന റംസാർ സൈറ്റിന്റെ വിസ്തൃതി 6,140 ഹെക്ടറാണ്. 6,140 ഹെക്ടർ എന്നാ പ്രഖ്യാപിക്കുന്ന 2002 ഓഗസ്റ്റ് 18. അതേ വർഷം തന്നെ ഓഗസ്റ്റ് 19 ശാസ്താംകോട്ട കായലിനെ പ്രഖ്യാപിച്ചു 373 ഹെക്ടർ. വേമ്പനാട് കോൾനിലത്തെ റംസാർ സൈറ്റായി പ്രഖ്യാപിക്കുന്ന 2002 ഓഗസ്റ്റ് 19. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് ചോദിച്ചാൽ അത് വേമ്പനാട് കോൾനിലമാണ്. 1,51,250 ഹെക്ടറാണ്. 1,51,250 ഹെക്ടറാണ് വിസ്തൃതി എന്ന് പറയുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് ചോദിച്ചാൽ അഷ്ടമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് ചോദിച്ചാൽ അത് വേമ്പനാടാണ്. 1,51,250 ഹെക്ടർ വിസ്തൃതിയുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് എന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ടയാണ്. 373 ഹെക്ടർ മാത്രമാണ് വിസ്തൃതി വരിക. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ കവായി കായലിനെ റംസാർ സൈറ്റ് ആക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ റംസാർ സൈറ്റായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ പറയും. കേരളത്തിലെ നിർദ്ദിഷ്ട റംസാർ സൈറ്റ് എന്ന് പറയുന്നത് കവായി കായലാണ് കണ്ണൂർ ജില്ലയിൽ. നിലവിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തണ്ണീർത്തടങ്ങളുടെ കവാടം അഥവാ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിനെ ബന്ധിപ്പിച്ചുകൊണ്ട് തുടർന്നിങ്ങോട്ട് ഒത്തിരി കായലുകളുണ്ട്. അഷ്ടമുടി കായൽ, കായംകുളം കായൽ, പിന്നെ വേമ്പനാട് കായൽ, കൊടുങ്ങല്ലൂർ കായൽ. ഈ അഷ്ടമുടി കായൽ മുതൽ കൊടുങ്ങല്ലൂർ കായൽ വരെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട് കിടപ്പുണ്ട്. പ്രകൃതിദത്തമായി, മനുഷ്യനിർമ്മിതമായിട്ടല്ല, പ്രകൃതിദത്തമായി തന്നെ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായൽ, ആലപ്പുഴ ജില്ലയിലെ കായംകുളം കായൽ,
എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട് കായൽ, തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ കായൽ അഥവാ കോട്ടപ്പുറം കായൽ, ഈ 4നെയും ബന്ധിപ്പിച്ചുകൊണ്ട് ദേശീയ ജലപാത NW3 രൂപീകരിച്ചിരിക്കുന്നത്, നാഷണൽ വാട്ടർവേ 3 രൂപീകരിച്ചിരിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. അത് കോഴിക്കോട് വരെ ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. അത് പൂർണ്ണ പ്രവർത്തനക്ഷമമായിട്ട് മാറിയിട്ടില്ല. ഓക്കെ, NW3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയും നിലവിൽ പ്രവർത്തനക്ഷമമാണ്. കോഴിക്കോട് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അത് ഇനി പ്രാവർത്തികമാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നിലവിൽ പ്രാവർത്തികമായിട്ടുള്ളത് വരെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഈ കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ, മറക്കരുതേ. ഒന്നുകൂടെ ഈ ഒരു സ്ലൈഡ് ഒന്ന് റിവിഷൻ ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് പറയുന്ന രേണുക 20 ഹെക്ടറാണ് ഹിമാചൽ പ്രദേശിൽ. നിലവിൽ കേരളത്തിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 3 അഷ്ടമുടി കായൽ 6140 ഹെക്ടർ വിസ്തൃതി 2002 ഓഗസ്റ്റ് 18 പ്രഖ്യാപിച്ചു. അതായത് കേരളത്തിലെ ആദ്യ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് അഷ്ടമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ശാസ്താംകോട്ട 2002 ഓഗസ്റ്റ് 19 പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് വേമ്പനാട് കൊളുന്നലുമാണ്. 1,51,251 ഹെക്ടർ 250 ഹെക്ടറാണ് വിസ്തൃതി. 2002 ഓഗസ്റ്റ് 19 പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിർദ്ദിഷ്ട റംസാർ സൈറ്റ്, അതായത് കേരളത്തിൽ പുതുതായി ഒരു റംസാർ സൈറ്റ് വേണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഏതാണ്? കണ്ണൂർ ജില്ലയിലെ കവ്വായി. ഓക്കെ അല്ലേ? കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ കവാടം അഥവാ കേരളത്തിലെ തടാകങ്ങളുടെ അഥവാ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നത് എന്താണ്? അഷ്ടമുടി കായലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ അത്രയും റിവിഷൻ ചെയ്താലോ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുള്ളൂ തണ്ണീർത്തട സംരക്ഷണത്തെക്കുറിച്ച്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പ്രകാരം തണ്ണീർത്തടം എന്നാൽ എന്താണ്? മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട് കരപ്രദേശങ്ങൾക്കും ജലാശയങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ ഭൂപ്രതലം വരെ ഉപരിതലം വരെയോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിരിക്കുകയോ അല്ലെങ്കിൽ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അല്ലെങ്കിൽ മന്ദഗതിയിൽ ചലിക്കുന്നതോ കെട്ടിക്കിടക്കുന്നതയോ അല്ലെങ്കിൽ ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാകുകയോ ചെയ്യുന്ന പ്രദേശമാണ് എന്താ? തണ്ണീർത്തടം. അപ്പോൾ തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് എന്തുണ്ടാവണം? ജലം ഉണ്ടാകണം. ഉദാഹരണമായി പറഞ്ഞാൽ കായലുകൾ, അഴിമുഖങ്ങൾ, ചേറ്റുപ്രദേശങ്ങൾ, കടലോര കായലുകൾ, കണ്ടൽ കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, ഓരുള്ള ചതുപ്പ് നിലങ്ങൾ, ചതുപ്പുള്ള കാടുകൾ എന്നിവയൊക്കെ എന്ത് ചെയ്യും? തണ്ണീർത്തടങ്ങളാണ്. എന്നാൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പ്രകാരം നെൽവയലുകളും നദികളും എന്നല്ല തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നില്ല. നെൽവയലുകളും നദികളും തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നില്ല. സ്ഥിരമോ താൽക്കാലികമോ ഒഴുകുന്നതോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നതോ പ്രകൃതിജന്യമോ മനുഷ്യനിർമ്മിതമോ ശുദ്ധജലമോ ലവണാംശമുള്ളതോ അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള ചതുപ്പ് പ്രദേശങ്ങളോ വേലിയിറക്ക സമയത്ത് 6 മീറ്ററിലധികം ആഴം ഇല്ലാത്തതുമായ എല്ലാത്തരം ജലാശയങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? തണ്ണീർത്തടം എന്ന് വിളിക്കാം. വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്തിൽ ആവൃതമോ ജലസാന്നിധ്യമോ ഉള്ള ഭൂപ്രദേശങ്ങളായിരിക്കണം. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണെന്ത്? തണ്ണീർത്തടങ്ങൾ. ഈ തണ്ണീർത്തടങ്ങളിൽ ഉപരിതല ജലം സംഭരിക്കപ്പെടുകയും ആ ഉപരിതല ജലം പതിയെ മണ്ണിൽ ലയിച്ച് ഭൂഗർഭജലമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തണ്ണീർത്തടങ്ങളെ ഭൂമിയിലെ വൃക്കകൾ അഥവാ അരിപ്പകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. റംസാർ കൺവെൻഷൻ പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമിട്ട ഇറാൻ എന്ന രാജ്യത്ത് റംസാർ എന്ന സ്ഥലത്ത് നടന്ന ഉച്ചകോടി. കാസ്പിയൻ കടൽ തീരത്തിന് സമീപമാണ് റംസാർ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2. തണ്ണീർത്തട സംരക്ഷണത്തിന് പ്രാധാന്യം ഓരോ വർഷവും ജനങ്ങളിൽ എത്തിക്കുവാൻ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി കണക്കാക്കുന്നു അല്ലെങ്കിൽ ആചരിക്കുന്നു. ഏത് വർഷം മുതൽ? 1997 മുതൽ. റംസാർ ഉടമ്പടി നിലവിൽ വന്നത് 1975 ഡിസംബർ 21. റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം 172. റംസാർ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ അംഗമാകുന്നത് അല്ലെങ്കിൽ റംസാർ നിർദ്ദേശങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നത് 1982 ഫെബ്രുവരി 1. റംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങൾ 6 തരമുണ്ട്. എത്ര തരമുണ്ട്? 6 തരമുണ്ട്. ഏതൊക്കെ? തീരദേശ തണ്ണീർത്തടങ്ങൾ, അഴിമുഖ തണ്ണീർത്തടങ്ങൾ, തടാകങ്ങളുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ, ചതുപ്പ് നിലവുമായി ബന്ധപ്പെട്ട തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നദീതീര തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ. റംസാർ സൈറ്റുകൾ അന്താരാഷ്ട്ര സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളാണ് റംസാർ സൈറ്റുകൾ. നിലവിൽ 2500 പരം റംസാർ സൈറ്റുകളുണ്ട്. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സ്ഥലമാണ് കോബർഗ് പെനിൻസുല. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഓസ്ട്രേലിയ എന്ന രാജ്യത്ത്. റംസാർ സൈറ്റുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രിട്ടനിലും 2ാം സ്ഥാനത്ത് മെക്സിക്കോയിലുമാണ്.
നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം കേവലം 89 2025 കണക്കുകൾ പ്രകാരം ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് അടുത്ത വർഷങ്ങളിൽ കൂടാം. നിലവിൽ റംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തമിഴ്നാട് സംസ്ഥാനത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കിയാലാഡിയോ ദേശീയോദ്യാനമാണ്. 1981 ഒക്ടോബർ 1 പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് സുന്ദർബൻസ് ആണ്. 4,23,000 ഹെക്ടർ വിസ്തൃതിയാണ് സുന്ദർബൻ എന്ന ഡെൽറ്റയ്ക്കുള്ളത്. അത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് രേണുകയാണ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് കാണപ്പെടുന്ന കേവലം 20 ഹെക്ടർ മാത്രമാണ് വിസ്തൃതി. കേരളത്തിൽ നിലവിൽ 3 റംസാർ സൈറ്റുകളുണ്ട്. ആദ്യത്തേത് അഷ്ടമുടിക്കായലാണ്. 2002 ഓഗസ്റ്റ് 18 പ്രഖ്യാപിച്ചു. 6140 ഹെക്ടറാണ് വിസ്തൃതി. ശാസ്താംകോട്ട കായൽ 2002 ഓഗസ്റ്റ് 19 പ്രഖ്യാപിച്ചു. കേരളത്തിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ശാസ്താംകോട്ടയാണ്. 373 ഹെക്ടർ വിസ്തൃതി. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട് കുളനിലം 1,51,250 ഹെക്ടറാണ് വിസ്തൃതി. 2002 ഓഗസ്റ്റ് 19 പ്രഖ്യാപിച്ചു. കേരളത്തിൽ പുതുതായി റംസാർ സൈറ്റായി പ്രഖ്യാപിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് കവ്വായിക്കായലാണ്. കണ്ണൂർ ജില്ലയിലെ കവ്വായിക്കായലാണ് പ്രഖ്യാപിക്കുമായിരിക്കാം ഫ്യൂച്ചറിൽ. 2025 ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ നിർദ്ദിഷ്ട റംസാർ സൈറ്റ് എന്ന് പറഞ്ഞത്. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ കവാടം അല്ലെങ്കിൽ തടാകങ്ങളുടെ കവാടം അല്ലെങ്കിൽ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെക്കുറിച്ചും ആ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളുമാണ്. എന്നാണ് നിയമം പാസ്സാക്കിയത്, എന്നാണ് പ്രാബല്യത്തിൽ വന്നത്, സ്പെഷ്യൽ റൂൾ ഭേദഗതി എന്നാണ് വരുന്നത്, അതിൻ്റെ ഭാഗമായി രൂപീകരിച്ച തണ്ണീർത്തട അതോറിറ്റിയുടെ ചുമതല എന്താണ്, മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചുമതല എന്താണ്, ആരാണ് തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ നിർദ്ദേശമനുസരണം ജില്ലാ സമിതിയുണ്ട്, സംസ്ഥാന സമിതിയുണ്ട്, തണ്ണീർത്തടങ്ങളുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ച് ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിച്ച് വരിക. അടുത്ത ക്ലാസ്സിൽ കേരള സംസ്ഥാനത്തെ തണ്ണീർത്തട സംരക്ഷണവും ആ നിയമത്തിൽ പറയുന്ന പ്രധാന വസ്തുതകളുമാണ് പഠിച്ചുറപ്പിക്കുക. ഓക്കെ അല്ലേ?